രാജു ഉറക്കായിരിക്കോ? ഏയ് ഇല്ല, ഇപ്പൊ സെക്രട്ടറി വന്ന് ഏതോ ഫയൽ കൊടുത്തിട്ട് പോയതേ ഉള്ളൂ. നീ ചെല്ല്. നീ എന്താ വല്ല കഥകളിക്കും പോവാണോ? അമ്മേ, ഇവളോട് ഞാൻ രാജുവേട്ടന്റെ മുറി ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഇവൾക്ക് പൊടി അലർജിയാ. ഞാനാ പറഞ്ഞത് ഷോൾ എടുത്ത് കെട്ടിക്കോളാൻ. ഇന്ന് വന്ന എല്ലാത്തിനും പൊടി അലർജി ആണല്ലോ. അതെ, നീ അങ്ങോട്ട് ചെല്ല്. അതെ, നീ ഒന്ന് നിന്നേ. എന്താ? എടാ, നീ ഒന്ന് പുറത്തേക്ക് നിക്ക്. ഇവിടെ ഈ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ചെയ്തോളൂ. ദേ, അവന്റെ സാധനങ്ങളൊന്നും നശിപ്പിച്ചേക്കരുത്. ക്ലീനിങ്ങിന് ശേഷം ഞാൻ ഈ റൂമൊക്കെ വന്ന് ചെക്ക് ചെയ്യും. അപ്പൊ വിലപിടിപ്പുള്ള സാധനങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയ ബാക്കി അപ്പോ തുടങ്ങിക്കോ. രാജുവിന്റെ പഴയ മുറിയാ യൂസ് ചെയ്യുന്ന. അപ്പൊ രാജുവിന് ഇപ്പോഴും എന്നോട് ഇഷ്ടമുണ്ടെന്ന് അതിന്റെ അർത്ഥം? അതോ രാജു എന്നെ മറന്നോ? രാജു ഈ കത്ത് വായിച്ചു കാണൂ? വായിച്ചിട്ട് മനഃപൂർവ്വം ഉപേക്ഷിച്ചതാണോ? രാജു എന്നെ പൂർണ്ണമായിട്ടും മറന്നു കാണോ? രാജുവിന്റെ മനസ്സിൽ ഇനി എനിക്കൊരിക്കലും സ്ഥാനം ഉണ്ടാവില്ലേ? ഈശ്വര, എന്നെ പരീക്ഷിക്കല്ലേ. ഞാൻ രാജുവിന് വേണ്ടിയാ ജീവിക്കുന്നത് തന്നെ. എന്നെ കൈവിടല്ലേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ പിന്നെ ഹൃദയം ഉണ്ടാവില്ല. ഈശ്വര, ഈ സിറ്റുവേഷനൊക്കെ എങ്ങനെ നേരിടും? എനിക്ക് അമ്മ എതിർക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അമ്മയോട് തുറന്നു പറഞ്ഞാലോ? എനിക്കെൻ്റെ ഋതുവിനല്ലാതെ മറ്റൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ കൂടി പറ്റില്ലെന്ന്. ദൈവമേ, ഈ കല്യാണം ഉറപ്പിക്കോ? എനിക്കെന്റെ രാജുവിനെ മറക്കേണ്ടി വരുമോ?